അമേരിക്കൻ പൗരനെ ആക്രമിച്ച് പണവും സ്വർണവും തട്ടിയെടുത്ത കേസിൽ 2 പേർ പിടിയിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആദർശ്, ആകാശ് എന്നിവരെ പിന്നീട് റിമാൻഡ് ചെയ്തു. ന്യൂയോർക്കിൽ IT പ്രൊഫഷണലായ US പൗരനാണ് ആക്രമണത്തിന് ഇരയായത്. ഇൻഫോ പാർക്കിൽ IT കമ്പനി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായാണ് US പൗരൻ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കൊച്ചിയിലെത്തിയത്. പിറ്റേന്ന് മദ്യം വാങ്ങുന്നതിന് പുറത്തിറങ്ങിയപ്പോൾ മറൈൻ ഡ്രൈവ് പരിസരത്ത് ചുറ്റിത്തിരിയുകയായിരുന്ന ആദർശ് സഹായത്തിനെത്തി. അനധികൃതമായി മദ്യം വാങ്ങി നൽകി ആദർശും പരാതിക്കാരനും ഹോട്ടൽ മുറിയിലേക്ക് പോയി. ഇതിനിടയിൽ ആദർശ് സുഹൃത്തിനെ വിളിച്ചു വരുത്തി. തുടർന്ന് ഇരുവരും US പൗരനെ ബന്ദിയാക്കി മർദ്ദിച്ച് പണവും സ്വർണവുമായി കടന്നുകളഞ്ഞു. Said open your bank account and transfer money. So I did 3 transfers of 25,000 each to 3 different accounts. So the other guy went, he withdrew 4 times 10,000 each. മുറി പുറത്തുനിന്ന് പൂട്ടിയതിനു ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. പിന്നീട് ഹോട്ടൽ ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സാഹസികമായി പ്രതികളെ പിടികൂടിയത്. തട്ടിയെടുത്ത സ്വർണവും പണവും പ്രതികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പള്ളുരുത്തിയിൽ പോലീസ് ജീപ്പ് ആക്രമിച്ചതടക്കം ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആദർശ്. ആകാശിനെതിരെ അടിപിടി, പിടിച്ചുപറി ഉൾപ്പെടെ 12ലധികം കേസുകളുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.